നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. NCP രാഷ്ട്രീയ വിശദീകരണ യാത്ര കാസർഗോഡ് നിന്നും ആരംഭിച്ചു. NCP ന്യൂനപക്ഷ വകുപ്പ് ദേശീയ വൈസ് ചെയർമാൻ KA ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. കള്ള ടാക്സികൾക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധവുമായി കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ കമ്മിറ്റി കാസർഗോഡ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം നടത്തി. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഹിയറിംഗ് നടത്തി. ചെയർമാൻ M ഷാജഹാന്റെ നേതൃത്വത്തിലായിരുന്നു ഹിയറിംഗ്. മഞ്ചേശ്വരം പഞ്ചായത്തിലെ വാഹനങ്ങൾക്ക് സൗജന്യമായി സഞ്ചരിക്കുവാൻ അനുമതി നൽകിയ ടോൾ ഗേറ്റിൽ ഫീസ് ഈടാക്കുന്നതിൽ പ്രതിഷേധം. പാലം നിർമ്മിക്കുവാനൊരുങ്ങി ടോൾ ഗേറ്റ് സമരസമിതി. നാടിന്റെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ കർമ്മരംഗത്തിറങ്ങുവാൻ എടച്ചാക്കയിൽ ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചു. പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു. ആസ്പയർ ശില്പസന്ധ്യയും ചിത്രശില്പ പ്രദർശനവും നടന്നു. KK മാരാർ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. NCP സംസ്ഥാന പ്രസിഡന്റ് NA മുഹമ്മദ് കുട്ടി നയിക്കുന്ന രാഷ്ട്രീയ വിശദീകരണ യാത്ര കാസർഗോഡ് നിന്നും ആരംഭിച്ചു. ജാഥ ക്യാപ്റ്റന് പതാക കൈമാറിക്കൊണ്ട് NCP ന്യൂനപക്ഷ വകുപ്പ് ദേശീയ വൈസ് ചെയർമാൻ KA ജബ്ബാർ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്തെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലും സഞ്ചരിച്ച് യാത്ര 17-ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് സമാപിക്കും. നവകേരള മുന്നണി സൃഷ്ടിക്കായി NCP സംസ്ഥാന പ്രസിഡന്റ് NA മുഹമ്മദ് കുട്ടി നയിക്കുന്ന രാഷ്ട്രീയ വിശദീകരണ യാത്രയ്ക്ക് കാസർഗോഡ് നിന്നും പ്രൗഢഗംഭീരമായ തുടക്കം. ജാഥ ക്യാപ്റ്റന് പതാക കൈമാറിക്കൊണ്ട് NCP ന്യൂനപക്ഷ വകുപ്പ് ദേശീയ വൈസ് ചെയർമാൻ KA ജബ്ബാർ യാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പകുതി വില തട്ടിപ്പിൽ ജുഡീഷ്യൽ അന്വേഷണം അനിവാര്യമാണെന്ന് ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കവേ NA മുഹമ്മദ് കുട്ടി പറഞ്ഞു. രാഷ്ട്രീയ വിശദീകരണ യാത്ര തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ നവകേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള മുന്നണി യാഥാർത്ഥ്യമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് കീഴിൽ തന്നെ 40ഓളം കോർപ്പറേഷനും അതിന് ചെയർമാൻമാരും അവർക്ക് വണ്ടികളും 11 പാർട്ടികളുടെ എല്ലാ മെമ്പർമാരും അടക്കം ഇന്ന് കേരളത്തിന് വലിയ സാമ്പത്തിക പരാതികളിൽ എത്തിപ്പെട്ടിരിക്കുമ്പോൾ പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല, ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല, 1600 രൂപ സാമൂഹ്യക്ഷേമ പെൻഷൻ പോലും കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നിൽക്കുന്ന ഈ കേരളത്തെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഇവിടെ സമ്പൂർണമായ ഒരു മാറ്റം അനിവാര്യമാണ്. ആ മാറ്റത്തിന് വേണ്ടിയാണ് NCP ഇവിടെ നവകേരള മുന്നണി സൃഷ്ടിക്കായി ഐക്യ കേരളം ഐശ്വര്യ കേരളം എന്ന പേരിൽ ഇവിടെ ഈ ജാഥ തുടങ്ങി വച്ചിരിക്കുന്നത്. രാഷ്ട്രീയ വിശദീകരണ യാത്രാ കോർഡിനേറ്റർ ഷാജി തെങ്ങുംപിള്ളിൽ അധ്യക്ഷത വഹിച്ചു. കല്ലറ മോഹൻദാസ്, അഡ്വക്കേറ്റ് സൈഫുദ്ദീൻ, KK ഷംസുദ്ദീൻ, പാർത്ഥസാരഥി മാസ്റ്റർ, സാബു മത്തായി, JB പ്രകാശ്, നാദിർ ഷാ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്തെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലും സഞ്ചരിച്ച് യാത്ര 17-ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് സമാപിക്കും. യാത്രയ്ക്കിടയിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരുമായി മുഹമ്മദ് കുട്ടി കൂടിക്കാഴ്ച നടത്തും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം നടത്തി. കള്ള ടാക്സികൾക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധ സമരം നടത്തിയത്. കള്ള ടാക്സികൾക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം നടത്തി. സമരത്തിൽ നിരവധി പേർ പങ്കെടുത്തു. സംസ്ഥാന ട്രഷറർ സജീഷ് ഗുരുവായൂർ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഉമേഷ് കള്ളാർ അധ്യക്ഷത വഹിച്ചു. ശ്രീധരൻ ഉദുമ, കുഞ്ഞിരാമൻ പാലക്കുന്ന്, ജില്ലാ രക്ഷാധികാരി ബഷീർ വെള്ളരിക്കുണ്ട്, രതീഷ് കരിവള്ളൂർ, ശിവരാജ് ബോവിക്കാന എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി MP വിനീഷ് സ്വാഗതവും മേഖലാ ട്രഷറർ ശശി പാണത്തൂർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഹിയറിംഗ് നടത്തി. ചെയർമാൻ എം ഷാജഹാന്റെ നേതൃത്വത്തിലായിരുന്നു ഹിയറിംഗ് നടന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ കരട് വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് ലഭ്യമായ പരാതികളിൽ സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഹിയറിംഗ് ചെയർമാൻ എം ഷാജഹാന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്നു. ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടറുടെ ചുമതല വഹിക്കുന്ന ADM P അഖിൽ എന്നിവരും ഹിയറിംഗിൽ പങ്കെടുത്തു. കരട് വാർഡ് നിയോജക മണ്ഡല വിഭജന നിർദ്ദേശങ്ങളിന്മേൽ നിശ്ചിത സമയപരിധിക്ക് മുൻപായി ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിച്ചവരാണ് ഹിയറിംഗിലെത്തിയത്. രാവിലെ കാസർഗോഡ് കാറടുക്ക ബ്ലോക്കുകളിലെ ഗ്രാമപഞ്ചായത്തുകൾ, കാസർഗോഡ് മുനിസിപ്പാലിറ്റി എന്നിടങ്ങളിൽ നിന്നായി 311 പെറ്റീഷനുകൾ ഹിയറിംഗിൽ പരിഗണിച്ചു. തുടർന്ന് കാഞ്ഞങ്ങാട് നീലേശ്വരം ബ്ലോക്കുകളിലെ പടന്ന ഗ്രാമപഞ്ചായത്ത് ഒഴികെയുള്ള ഗ്രാമപഞ്ചായത്തുകൾ, കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ നിന്നുള്ള 298 പെറ്റീഷനുകളും പരിഗണിച്ചു. മഞ്ചേശ്വരം, പരപ്പ ബ്ലോക്കുകളിലെ ഗ്രാമപഞ്ചായത്തുകൾ, നീലേശ്വരം മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ നിന്നായുള്ള 245 പെറ്റീഷനുകൾ ഉച്ചയ്ക്ക് ശേഷം പരിഗണിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർ, വാർഡ് വിഭജന പരാതികൾ അന്വേഷിച്ച ഉദ്യോഗസ്ഥർ എന്നിവരും ഹാജരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം പഞ്ചായത്തിലെ വാഹനങ്ങൾക്ക് സൗജന്യമായി സഞ്ചരിക്കുവാൻ അനുമതി നൽകിയ ടോൾ ഗേറ്റിൽ ഫീസ് ഈടാക്കുന്നതായി പരാതി. പഴയ ദേശീയപാതയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കുവാനൊരുങ്ങി ടോൾ ഗേറ്റ് സമരസമിതി. തലപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിലുള്ള വാഹനങ്ങൾക്ക് സൗജന്യമായി സഞ്ചരിക്കാൻ അനുമതി നൽകിയ ടോൾ ഗേറ്റ് അധികൃതർ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിന്റെ വാഹനങ്ങളിൽ നിന്ന് ഫീസ് ഈടാക്കുന്നതിൽ പ്രതിഷേധിച്ച് ടോൾ ഗേറ്റ് സമരസമിതി. നിരവധി നിവേദനങ്ങൾ നൽകിയിട്ടും പ്രതിഷേധങ്ങൾ നടത്തിയിട്ടും ടോൾ ബൂത്ത് നടത്തിപ്പുകാർ തമ്മിലുള്ള സംഘർഷങ്ങൾ പതിവായി തുടരുന്നതല്ലാതെ യാതൊരുവിധ പരിഹാരവും കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിൽ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള തലപ്പാടി പഴയ ദേശീയപാതയ്ക്ക് കുറുകെ പാലം നിർമ്മിച്ച് ഗതാഗതം സുഗമമാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് നാട്ടുകാർ. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസറും സർവേയർമാരും സ്ഥലം സന്ദർശിച്ചു. പാലം നിർമ്മിക്കുന്നതിനാവശ്യമായ ഫണ്ട് ക്രമീകരിക്കുമെന്നും അടുത്ത വർഷം മഞ്ചേശ്വരം ഗ്രാമത്തിലെ ജനങ്ങൾക്കായി ടോൾ ഗേറ്റ് ബൈപ്പാസ് റോഡ് നിർമ്മിക്കുമെന്നും മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലവീന മൊന്തേരോ KCN ന്യൂസിനോട് പറഞ്ഞു. ತಲಪಾಡಿಯಲ್ಲಿ 1ನೇ ವಾರ್ಡಿನಲ್ಲಿ ಹೊಳೆ ಇದೆ. ಆ ಹೊಳೆಗೆ ಸಂಕವನ್ನು ಕಟ್ಟಿ ಮಂಜೇಶ್ವರ ಮುಖಾಂತರ ಉಳ್ಳಾಲ ಕರ್ನಾಟಕಕ್ಕೆ ಪಾಸ್ ಆಗಲಿಕ್ಕೆ ಒಂದು ಸಂಕವನ್ನು ಕಟ್ಟಿ ನಮಗೆ ದಾರಿ ಮಾಡಿ ಕೊಡಬೇಕು, ಸಾರ್ವಜನಿಕರಿಗೆ ಸಂಚಾರಕ್ಕೆ ಅನುಕೂಲವಾಗುವ ರೀತಿಯಲ್ಲಿ ಅಂತೇಳಿ ನಾವು ಇಲ್ಲೆಲ್ಲ ಎಲ್ಲ ನಮ್ಮ ಟೋಲ್ ಕಮಿಟಿ ಸದಸ್ಯರು ಹಾಗೆ ವಾರ್ಡ್ ಮೆಂಬರು ಮತ್ತು ವಿಲೇಜ್ ಆಫೀಸರನ್ನು ಕರ್ಕೊಂಡು ಬಂದು ನಾವು ಸರ್ವೆ ಮಾಡಿಸಿದಂಥದ್ದು. ಇದು ಒಂದು ಒಳ್ಳೆ ಉದ್ದೇಶದಿಂದ ಮಾಡಿಸಿದೆ. ಯಾಕಂತ ಹೇಳಿದರೆ ದಿನನಿತ್ಯ ಹೋಗುವಂಥ ನಮ್ಮ ಸಂಚಾರಿ ಮಾಡುವವರು ಟೋಲ್ನಲ್ಲಿ ಟೋಲ್ ಕಟ್ಟಿ ಹೋಗಬೇಕಾಗತ್ತೆ. ಅದನ್ನೊಂದು ಸ್ವಲ್ಪ ಮಟ್ಟಿಗಾದರೂ ಕಮ್ಮಿ ಮಾಡುವ ನಿಟ್ಟಿನಲ್ಲಿ ಇಲ್ಲೊಂದು ಸಂಕ ಕಟ್ಟಿ ಮುಂದಿನ ಯೋಜನೆಯಾಗಿ ಸಂಕ ಕಟ್ಟಿ ಅದರ ಮುಖಾಂತರ ನಾವು ಸಂಚಾರ ಮಾಡಲಿಕ್ಕೆ ಅನುಕೂಲ ಮಾಡಿಕೊಡುವ ನಿಟ್ಟಿನಲ್ಲಿ ಇಲ್ಲಿ ಸೇರಿದಂಥದ್ದು. ടോൾ ഗേറ്റ് സമരസമിതി ഭാരവാഹികൾ, വാർഡംഗങ്ങൾ, നാട്ടുകാർ എന്നിവരുൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. നീലേശ്വരം പുതുക്കൈ മുച്ചിലോട്ട് പെരുങ്കളിയാട്ടത്തിന്റെ താളം മുറുകുമ്പോൾ തിരുമുറ്റം നിറഞ്ഞ് മംഗലക്കുഞ്ഞുങ്ങൾ. വെറ്റില കരിച്ച് കൺമശി എഴുതിയും ചുണ്ടിൽ വാഴക്കറയും നെറ്റിയിൽ പലതരം കുറികളും അന്നപ്പുടവയായ കുഞ്ഞുമുണ്ടുമുടുത്ത് മുല്ലപ്പൂ ചൂടിയുമായിരുന്നു പെൺകൊടികൾ മുച്ചിലോട്ടമ്മയുടെ തിരുനടയിൽ എത്തിയത്. മുച്ചിലോട്ട് ഭഗവതിയുടെ ഉച്ചത്തോറ്റത്തോടൊപ്പമാണ് തിങ്കളാഴ്ച വൈകിട്ട് മംഗലക്കുഞ്ഞുങ്ങൾ ക്ഷേത്ര തിരുമുറ്റത്തെത്തിയത്. പുതുവസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിച്ച് അണിഞ്ഞൊരുങ്ങി വ്രതാനുഷ്ഠാനത്തോടെ അച്ഛൻ്റെയും അമ്മാവിൻ്റെയും ചുമലിലേറി കുഞ്ഞുങ്ങൾ ഉച്ചത്തോറ്റത്തോടൊപ്പം ക്ഷേത്രം വലം വെച്ചപ്പോൾ പെരുങ്കളിയാട്ടത്തിലെ മനോഹര കാഴ്ചയായി അത് മാറി. കുട്ടികൾ അവരുടെ കയ്യിൽ കരുതിയ വെറ്റില മുറിച്ചെടുത്ത് പിറകിലോട്ടെറിഞ്ഞുകൊണ്ട് ക്ഷേത്രത്തെ വലം വെച്ചു. പെൺമക്കളുള്ള അച്ഛന്മാർക്കും അമ്മാവന്മാർക്കും ഏട്ടന്മാർക്കും അനിയന്മാർക്കും കണ്ണെടുക്കാൻ തോന്നാത്തതാണ് ഈ ദൃശ്യം. വാത്സല്യം എന്ന വികാരത്തിൻ്റെ ഏറ്റവും മനോഹരമായ അവസ്ഥ. പെരുങ്കളിയാട്ടം നടക്കുമ്പോൾ ക്ഷേത്രത്തിന് കീഴിലുള്ള കന്യകമാരായ മുഴുവൻ പെൺകുട്ടികളും പന്തൽ മംഗല ചടങ്ങിൽ പങ്കെടുക്കണമെന്ന വിശ്വാസത്തിൻ്റെ ഭാഗമായാണ് ഈ ചടങ്ങ് വളരെ പ്രാധാന്യത്തോടെ പുതുക്കൈ മുച്ചിലോട്ടെ നടയിൽ നടന്നത്. പുതുക്കൈ മുച്ചിലോട്ട് പരിധിയിൽ വരുന്ന പയ്യന്നൂർ, കരിവെള്ളൂർ മുതൽ കാസർഗോഡ് വരെയുള്ള കുഞ്ഞുങ്ങളായിരുന്നു ഇതിൽ പങ്കെടുത്തത്. പന്തൽ മംഗലം കഴിയുന്നതോടെ കുഞ്ഞുങ്ങൾ മുച്ചിലോട്ടമ്മയുടെ ചങ്ങാതിമാരായെന്നാണ് വിശ്വാസം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
കാസർഗോഡ് ഉദുമയിൽ ക്ഷേത്രം ജീവനക്കാരൻ വർക്ക്ഷോപ്പിൽ തകരാർ പരിഹരിക്കുവാനായി വെച്ച സ്കൂട്ടറിൽ നിന്നും 1.5 ലക്ഷത്തോളം രൂപയും മൊബൈൽ ഫോണും കവർന്നു. 3 പേർ 2 ബൈക്കുകളിലായി എത്തുകയും അതിലൊരാൾ തന്ത്രപരമായി സ്കൂട്ടറിൽ നിന്നും പണവും മൊബൈൽ ഫോണും അടങ്ങിയ ബാഗും കൊണ്ടുപോവുകയായിരുന്നു. കവർച്ചയുടെ ദൃശ്യങ്ങൾ KCN ന്യൂസിന്. ഉദുമ ഉദയമംഗലം ക്ഷേത്രത്തിലെ സേവാ ക്ലർക്ക് ഉദുമ പടിഞ്ഞാറ് തെരുവിലെ സി ബാലകൃഷ്ണന്റെ സ്കൂട്ടറിൽ സൂക്ഷിച്ചിരുന്ന 43,000 രൂപയും മൊബൈൽ ഫോണും അടങ്ങിയ ബാഗാണ് പട്ടാപ്പകൽ കവർന്നത്. ബാലകൃഷ്ണന്റെ സ്കൂട്ടറിന്റെ തകരാർ പരിഹരിക്കാൻ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഉദുമയിലെ വർക്ക്ഷോപ്പിൽ കാണിച്ചിരുന്നു. പണമടങ്ങിയ ബാഗും ഇതേ സ്കൂട്ടറിലാണ് സൂക്ഷിച്ചിരുന്നത്. പണിശാലയുടെ മുൻപിൽ വച്ചിരുന്ന ഈ വാഹനത്തിൽ നിന്നാണ് ബാഗ് മോഷ്ടിച്ചത്. ഉച്ചപൂജയ്ക്ക് ക്ഷേത്രനട അടച്ച ശേഷം ക്ഷേത്ര കൗണ്ടറിലെ വരുമാനത്തിന്റെ ഒരു ഭാഗം ഉദുമ സഹകരണ ബാങ്കിൽ തിങ്കളാഴ്ച അടച്ചിരുന്നു. ബാക്കിയുണ്ടായിരുന്ന 20,000 രൂപ ക്ഷേത്രത്തിലെ ചിലവുകൾക്കായി ബാഗിൽ സൂക്ഷിച്ചു. ഇതുകൂടാതെ ബാലകൃഷ്ണന്റെ സ്വന്തമായ 23,000 രൂപയും ഇതേ ബാഗിലുണ്ടായിരുന്നു. കൂടാതെ ക്ഷേത്രത്തിന്റെ 2 ബാങ്ക് പാസ്ബുക്കും ഓഫീസിന്റെ താക്കോലും ബാലകൃഷ്ണന്റെ ബാങ്ക് പാസ്ബുക്കും ബാഗിലുണ്ടായിരുന്നു. ബാലകൃഷ്ണൻ വീട്ടിലെത്തിയ ശേഷം 4 മണിയോടെ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടാൻ നോക്കുമ്പോഴാണ് ബാഗും പണവും മോഷണം പോയ വിവരം അറിയുന്നത്. 2 ബൈക്കുകളിലാണ് മോഷ്ടാക്കളെത്തിയത്. ഇവർ ഇതുമായി കടന്നു കളയുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ബേക്കൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നാടിന്റെ വികസന സ്വപ്നങ്ങൾ വേഗത്തിൽ യാഥാർത്ഥ്യമാക്കുവാൻ കർമ്മരംഗത്തിറങ്ങാൻ പടന്ന എടച്ചാക്കയിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചു. പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു. കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദമന്യേ ഗ്രാമവാസികൾ ഒത്തുചേർന്നാണ് വികസന അജണ്ട മാത്രം മുന്നിൽ വെച്ച് ജനകീയ കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയത്. ആതുര ശുശ്രൂഷ രംഗത്തും കായിക മേഖലയിലും ഉൾപ്പെടെ ഏറെ പിന്നാക്കം നിൽക്കുന്ന എടച്ചാക്കി ഗ്രാമത്തിൽ ആദ്യഘട്ടത്തിൽ പാവപ്പെട്ടവർക്കുൾപ്പെടെ ചികിത്സ ഉറപ്പുവരുത്തുന്ന തരത്തിൽ ആതുരാലയം സ്ഥാപിക്കുന്നതിനാണ് മുൻഗണന നൽകുന്നത്. ആർക്കോ ഹെറിറ്റേജിൽ നടന്ന യോഗം പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മയിലൂടെ അതേതെങ്കിലും സന്നദ്ധ സംഘടനകൾക്കും അതുപോലെ തന്നെ ചാരിറ്റി സംഘടനകൾക്കും ഏറ്റെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ അത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതും ഒരുപാട് കടമ്പകൾ തന്നെയാണ്. അതിന് ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മിനിമം 1 ലക്ഷം രൂപ ശമ്പളം കൊടുക്കാതെ ഡോക്ടറെ കിട്ടാത്ത സാഹചര്യം. ഡോക്ടർമാരാണെങ്കിൽ ഗ്രാമത്തിൽ വന്ന് ജോലി ചെയ്യാൻ വേണ്ടി പഠിക്കുന്ന സാഹചര്യം. അവരുടെ മക്കളുടെ വിദ്യാഭ്യാസം ഏറ്റവും നന്നായി കിട്ടുക എന്നത് മംഗലാപുരത്താണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ഡോക്ടർമാർക്കും ജോലി വേണ്ടത് മംഗലാപുരം. PK അബ്ദുറഹീം ഹാജി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M സുമേഷ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ബുഷ്ര, പഞ്ചായത്ത് അംഗം P പവിത്രൻ, VK ഹനീഫ ഹാജി, ഡോക്ടർ NB മിഥ്ലാജ്, K ഉസൈനാർ കുഞ്ഞി, P ജമാൽ ഹാജി, K മുരളി മാസ്റ്റർ, K നാസർ, TKC മുഹമ്മദ് കുഞ്ഞി ഹാജി, T അബ്ദുൽ റഹീം ഹാജി, KM മുഹമ്മദ് കുഞ്ഞി ഹാജി, AG നൌഫൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. CPI മാണിയാട്ട് സെൻട്രൽ ബ്രാഞ്ച് സമ്മേളനത്തിന് തുടക്കം. മാണിയാട്ട് ഹോമിയോ സ്റ്റോപ്പിനടുത്തുള്ള കൊടിമരത്തിൽ മുതിർന്ന പാർട്ടി അംഗം TP ഗോവിന്ദൻ പതാക ഉയർത്തി. CPI മാണിയാട്ട് സെൻട്രൽ ബ്രാഞ്ച് സമ്മേളനത്തിന് ഉജ്ജ്വല തുടക്കം. മാണിയാട്ട് ഹോമിയോ സ്റ്റോപ്പിനടുത്തുള്ള കൊടിമരത്തിൽ മുതിർന്ന പാർട്ടി അംഗം TP ഗോവിന്ദൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. തുടർന്ന് സമ്മേളന നഗരിയിലേക്ക് പ്രകടനം നടത്തി. സമ്മേളനം CPI ജില്ലാ കൗൺസിൽ അംഗം P വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. E രാഘവൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. CPI അസിസ്റ്റന്റ് സെക്രട്ടറി M അസിനാർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ PP നാരായണൻ, VV സുനിത, പിലിക്കോട് ലോക്കൽ സെക്രട്ടറി TV രവി എന്നിവർ സംസാരിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി MP പത്മനാഭൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുതിർന്ന പാർട്ടി പ്രവർത്തകരായ TP ജാനകി, P യശോദ എന്നിവരെ ആദരിച്ചു. പ്രകടനത്തിന് P വേണുഗോപാലൻ നായർ, C സന്തോഷ്, TV ശ്രുതി, V ബാലൻ, K പ്രദീപൻ, TP ഷിജി, P പത്മാവതി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ രാമവില്യം കഴകം സന്നിധിയിൽ വടക്കെത്തി ദേവി പടക്കത്തി ഭഗവതി ഭക്തിഗാന ആൽബം പ്രകാശനം ചെയ്തു. ഗാനരചയിതാവ് വിനോദ് N ചെങ്ങാട്ടിൽ നിന്നും കഴകം അന്തിതിരിയൻ ഭക്തിഗാന വീഡിയോ ആൽബം ഏറ്റുവാങ്ങിയാണ് പ്രകാശനം നിർവഹിച്ചത്. ദീപവും തിരിയും ഒരുമിച്ചു ഒരു തറയിൽ ഒരു വിളക്കായി ദിവ്യപ്രഭാവത്തിൽ അഷ്ടദിക്കുണർന്നു
അനുചരരൊരുമിച്ച് എടുത്തു പിടിച്ചെത്തി. ഐതിഹ്യ പെരുമയാൽ ശ്രേഷ്ഠമായതും പെരുങ്കളിയാട്ട മഹോത്സവ ഒരുക്കങ്ങളാൽ സജീവവുമായ തൃക്കരിപ്പൂർ രാമവില്യം കഴകം സവിധത്തിൽ പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി ഒരുക്കിയ വടക്കെത്തി ദേവി പടക്കെത്തി ദേവി എന്ന ഭക്തിഗാന ആൽബത്തിന്റെ പ്രകാശനം നടത്തി. രാമവില്യം കഴകം തിരുനടയിൽ നടന്ന ചടങ്ങിൽ വിനോദ് എൻ ചെങ്ങാട്ടിൽ നിന്നും കഴകം അന്തിതിരിയൻ ഭക്തിഗാനം ഏറ്റുവാങ്ങി. പെരുങ്കളിയാട്ടത്തിലെ പ്രധാന തെയ്യമായ പടക്കെത്തി ഭഗവതിയുടെ ഐതിഹ്യത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരുക്കിയ ഭക്തിഗാന വീഡിയോ ആൽബം ടെക്ടേൺ പ്രസന്റേഴ്സിന്റെ ബാനറിൽ ഡോക്ടർ രാജീവ് വിനോദാണ് നിർമ്മിച്ചത്. ഗാനരചനയും സംവിധാനവും വിനോദ് എൻ ചെങ്ങാട്ടാണ് നിർവഹിച്ചത്. ഭാർഗവരാമന്റെ തുണയ്ക്കായെത്തി ക്ഷേത്രധ്വംസാസുര നിഗ്രഹം ചെയ്തു. ഭാർഗവരാമന്റെ തുണയ്ക്കായെത്തി ക്ഷേത്രധ്വംസാസുര നിഗ്രഹം ചെയ്തു. പരശുരാമ പ്രഭുവിന്റെ ശോകമകന്നു ചക്രപാണി പ്രതിഷ്ഠ ചെയ്തു വണങ്ങി. ഉണ്ണി വീണാലയമാണ് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. കലേഷ് കരുണാകരൻ ആലപിച്ച ഗാനത്തിന് ഓർക്കസ്ട്രയും റെക്കോർഡിംഗും വിനോദ് സാരംഗം നിർവഹിച്ചു. റിയാലക്ഷ്മി ഗോപിനാഥ് കൊറിയോഗ്രഫി നിർവഹിച്ചു. പൂജ പ്രഭാകരൻ, റിയാലക്ഷ്മി ഗോപിനാഥ് എന്നിവർക്കൊപ്പം സാരംഗത്തിലെ വിദ്യാർത്ഥിനികളും ചുവടുവച്ചു. കേൾവിക്ക് ഇമ്പമാർന്ന ഗാനം പ്രേക്ഷക മനസ്സുകളിൽ ഇതിനോടകം തന്നെ ഇടം പിടിച്ചു കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കുഞ്ചത്തൂർ പീസ് ക്രിയേറ്റീവ് സ്കൂളിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ അതിവിപുലമായി ശാസ്ത്ര ഭക്ഷ്യമേള സംഘടിപ്പിക്കും. ഇത്തവണ വ്യത്യസ്തമായ രീതിയിലാണ് പരിപാടി വിഭാവനം ചെയ്തിരിക്കുന്നതെന്നും ശാസ്ത്ര ഭക്ഷ്യമേള വിദ്യാർത്ഥികൾക്ക് മികച്ച അനുഭവമായി മാറുമെന്നും സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൽ ഖാദർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2 ദിവസത്തെ ശാസ്ത്ര ഭക്ഷ്യമേള മികച്ചതാക്കി മാറ്റുവാനുള്ള ഒരുക്കത്തിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരുമെന്നും സ്കൂളിലെ ഏറ്റവും വലിയ പരിപാടിയായി ശാസ്ത്ര ഭക്ഷ്യമേള മാറുമെന്നും സ്കൂളിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൽ ഖാദർ വിശദീകരിച്ചു. ശാസ്ത്രമേളയിൽ വിദ്യാർത്ഥികൾ അവരുടെ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ പ്രദർശിപ്പിക്കുകയും കൂടുതൽ കണ്ടെത്തലുകൾ നടത്തുവാനുള്ള അവരുടെ ശ്രമങ്ങൾ വിശദീകരിക്കുകയും ചെയ്യും. ഭക്ഷ്യമേളയിൽ വിവിധതരം ഭക്ഷണങ്ങൾ പ്രദർശിപ്പിക്കുകയും അവയുടെ പോഷക ഗുണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കിടുകയും ചെയ്യും. ഗണിതം, സാമൂഹിക പഠനം, വിവര സാങ്കേതികവിദ്യ, കായിക പ്രവർത്തനങ്ങൾ, ആരോഗ്യം, ഇസ്ലാമിക പഠനങ്ങൾ, സാഹിത്യം, മത മത്സരങ്ങൾ തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിലും പ്രദർശനങ്ങൾ നടക്കും. ഈ പ്രദർശനങ്ങളിൽ വിദ്യാർത്ഥികൾ അവരുടെ കഴിവുകളെ പരിചയപ്പെടുത്തും. വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾക്കും പ്രദേശവാസികൾക്കും മേള കാണുവാൻ അനുവാദമുണ്ടായിരിക്കും. ഫെബ്രുവരി 22-ന് അനുബന്ധ സ്ഥാപനമായ ഹൊസങ്കടി പീസ് ക്രിയേറ്റീവ് സ്കൂളിലും ശാസ്ത്ര ഭക്ഷ്യമേള നടക്കുമെന്നും അബ്ദുൽ ഖാദർ കൂട്ടിച്ചേർത്തു. One area we are engaged with various exhibits of different classes students, and another area we are conducting cultural activities, and another area food court is there. That is one new thing. The students, they are getting good experience in the field of business management. The subjects like science, maths, IT, social, heritage, Arabic, Islamic studies, health and fitness, sports, under various clubs they work together. Here all the students and teachers, they have been working day and night for the final preparation. സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൽ ഖാദറിനൊപ്പം കോർഡിനേറ്റർമാരായ ജുനൈദ, പർവീൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് കളക്ട്രേറ്റ് വളപ്പിലുണ്ടായ തീപിടുത്തം ആശങ്കയുയർത്തി. കളക്ട്രേറ്റ് വളപ്പിലെ ഉണങ്ങിയ പുല്ലുണ്ടായിരുന്ന ഭാഗത്തായിരുന്നു തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സ് എത്തി തീ അണച്ചതോടെയാണ് ആശങ്കയൊഴിഞ്ഞത്. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് കാസർഗോഡ് കളക്ട്രേറ്റ് വളപ്പിൽ തീപിടുത്തമുണ്ടായത്. ഉണങ്ങിയ പുല്ലിൽ നിന്നും തീ ആളിപ്പടരുകയായിരുന്നു. ചെറുമരങ്ങളും മറ്റും കത്തി നശിച്ചു. ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ചൊവ്വാഴ്ച തീപിടുത്തമുണ്ടായ സ്ഥലത്ത് കഴിഞ്ഞ വേനൽക്കാലത്തും സമാന രീതിയിൽ തീപിടുത്തമുണ്ടായിരുന്നതായി ജീവനക്കാർ പറഞ്ഞു. വേനൽ കടുക്കുവാൻ തുടങ്ങിയതോടെ പലയിടങ്ങളിലും തീപിടുത്തമുണ്ടാകുന്നത് പതിവായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 2022-2027 14 പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി വികസന പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുവാനുള്ള
പടന്ന ഗ്രാമപഞ്ചായത്ത് വാർഷിക വികസന സെമിനാർ നടത്തി. പടന്ന മുണ്ടിയ ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു. വാർഷിക പദ്ധതിയുടെ കരട് അവതരണവും വിശദമായ ചർച്ചയും ക്രോഡീകരണവും നടത്തി അവതരിപ്പിക്കുന്നതിനായാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത്. തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും ഉൾപ്പെടെ പങ്കെടുത്ത സെമിനാർ പടന്ന മുണ്ടിയ ഓഡിറ്റോറിയത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് P. ബുഷ്ര അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ TKM മുഹമ്മദ് റഫീഖ് കരട് പദ്ധതി അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M. സുമേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം T. രതില, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ TKP ഷാഹിദ, PV അനിൽകുമാർ, പഞ്ചായത്ത് അംഗം PP കുഞ്ഞികൃഷ്ണൻ, പഞ്ചായത്ത് സെക്രട്ടറി VG സുരേഷ്, അസിസ്റ്റന്റ് സെക്രട്ടറി പ്രമീള ബോബി, കുടുംബശ്രീ അധ്യക്ഷ C. റീന, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ K. അസൈനാർ കുഞ്ഞി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ചിത്രശില്പ പഠനവും അതിലൂടെയുള്ള ആസ്വാദന തലങ്ങളും മാനുഷിക മൂല്യങ്ങൾ വർദ്ധിപ്പിക്കുവാൻ ഉപകരിക്കുമെന്ന് പ്രമുഖ ചിത്രശില്പ ചരിത്രകാരൻ KK മാരാർ അഭിപ്രായപ്പെട്ടു. ചിത്രശില്പകലാ അക്കാദമിയുടെയും പരിയാരം ലയൺസ് ക്ലബിൻ്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ആസ്പിയർ ശില്പസന്ധ്യയും ചിത്രശില്പ പ്രദർശനവും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഗായകനാണ്, ഗാനരചയിതാവാണ്, കവിയാണ്, അതുപോലെ പല കഴിവുകളുമില്ല. ഈ കഴിവുകൾ നഷ്ടപ്പെട്ടു പോലെ ഇതിനോടുള്ള ഒരു വല്ലാത്ത അദ്ദേഹത്തിന് അഭിനിവേശം ഉണ്ടല്ലോ. അതാണ് സത്യത്തിൽ ഒരു ആസ്പയർ, ഒരു തരത്തിൽ നമുക്ക് ആസ്പയർ എന്ന് പറയാം. അതാണ് സത്യത്തിൽ അദ്ദേഹം പറഞ്ഞു. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇവിടെ നിൽക്കാൻ കാരണം. എന്നിട്ട് അദ്ദേഹം ആ നാടിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ പുതിയ കവിത വായിച്ചു. വിദ്യാർത്ഥികൾ ഒരുക്കിയ വ്യത്യസ്തത പുലർത്തുന്ന 400-ൽ പരം ശില്പങ്ങളും 200ഓളം ചിത്രങ്ങളും ഉൾപ്പെടുത്തിയാണ് ചീമേനി ചെമ്പ്രക്കാനത്ത് വേറിട്ട ചിത്രശില്പ പ്രദർശനം നടന്നത്. കളിമണ്ണിൽ മെനഞ്ഞ ജീവൻ തുടിക്കുന്ന ശില്പങ്ങളും എണ്ണച്ചായവും ജലച്ചായവും പെൻസിൽ രചനയും ഉൾപ്പെടെ വരകളിലൂടെ രൂപപ്പെട്ട ചിത്രങ്ങൾ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. വിഷയ നിയന്ത്രണങ്ങളില്ലാതെ തയ്യാറാക്കിയ ചിത്രങ്ങളും ശില്പങ്ങളും കാഴ്ചക്കാർക്ക് അപൂർവ വിരുന്നായി മാറി. ചെമ്പ്രക്കാനത്ത് നടന്ന ചടങ്ങിൽ ഡോക്ടർ ബാലകൃഷ്ണൻ വെള്ളിയോട് അധ്യക്ഷത വഹിച്ചു. ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ KV രാമചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ M. സുദീപ്, ഡോക്ടർ K. രാമകൃഷ്ണൻ, ചിത്രശില്പകലാ അക്കാദമി ചെയർമാൻ ആർട്ടിസ്റ്റ് രവീന്ദ്രൻ തൃക്കരിപ്പൂർ, ലയൺസ് ക്ലബ് ആസ്പയർ സെക്രട്ടറി PP ഷാജി, ലയൺസ് ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ N. ചിഞ്ചു, MV ചിത്രലേഖ, ഡോക്ടർ K. സുധാകരൻ, ചന്ദ്രൻ മുട്ടത്ത്, M. പവിത്രൻ എന്നിവർ സംസാരിച്ചു. ശില്പകലയിൽ കേന്ദ്ര സർക്കാരിന്റെ ടാലന്റ് റിസോഴ്സ് സ്കോളർഷിപ്പ് നേടിയ അനീത മാധവൻ, അലൈഡ് ഉപേന്ദ്രൻ, PV നിവേദ്, K. അഭിനീത് എന്നീ വിദ്യാർത്ഥികളെയും അതിരുകളില്ലാത്ത ലോകസമാധാനം എന്ന ജലച്ചായ ചിത്രരചനയിൽ 1ാം സ്ഥാനം നേടിയ PC അർത്തനയെയും ചടങ്ങിൽ അനുമോദിച്ചു. ചിത്രശില്പകലാ അക്കാദമിക്ക് പരിയാരം ലയൺസ് ക്ലബിന്റെ സഹായവും പഠിതാക്കളായ 70-ൽ പരം കുട്ടികൾക്ക് ചിത്രരചനാ കിറ്റുകളും ലയൺസ് ക്ലബ് ഭാരവാഹികൾ വിതരണം ചെയ്തു. തുടർന്ന് ഗാനമേളയും കുട്ടികളുടെ നൃത്യങ്ങളും അരങ്ങേറി. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർഗോഡ്, കാഞ്ഞങ്ങാട് നഗരസഭ, നബാർഡ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കഫേ കുടുംബശ്രീ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു. ഫെബ്രുവരി 12 മുതൽ 20 വരെ കാഞ്ഞങ്ങാട് അലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് മേള സംഘടിപ്പിക്കുന്നത്. കുടുംബശ്രീ ജില്ലാ മിഷൻ, കാഞ്ഞങ്ങാട് നഗരസഭ, നബാർഡ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കഫേ കുടുംബശ്രീ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു. ഫെബ്രുവരി 12 മുതൽ 20 വരെ കാഞ്ഞങ്ങാട് അലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് മേള സംഘടിപ്പിക്കുന്നത്. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഹമ്മദ് അലി അധ്യക്ഷത വഹിക്കും. ജില്ലക്കകത്തും പുറത്തുമുള്ള യൂണിറ്റുകളുടെ ഭക്ഷ്യ പ്രദർശന വിപണനമേള, ഉൽപ്പന്ന പ്രദർശന വിപണനമേള എന്നിവയാണ് ഫുഡ് ഫെസ്റ്റിൽ ഒരുക്കുന്നത്. ഫുഡ് ഫെസ്റ്റിന്റെ ഭാഗമായി ഫെബ്രുവരി 13 ജില്ലാതല വനിതാ ശിങ്കാരിമേള മത്സരം, ഫെബ്രുവരി 15 ജില്ലാതല വനിതാ കൈകൊട്ടിക്കളി മത്സരം, 17 വനിതാ ഫാഷൻ ഷോ മത്സരം എന്നിവ സംഘടിപ്പിക്കുന്നുണ്ട്. താൽപര്യമുള്ള ടീമുകൾ CDSുമായി ബന്ധപ്പെടണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ജില്ലയിലെ CDS അയൽക്കൂട്ട ഓക്സിലറി അംഗങ്ങളുടെ കലാമത്സരങ്ങളും ഫെസ്റ്റിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. വാർത്താസമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത, വൈസ് ചെയർമാൻ ബിൽറ്റക് അബ്ദുള്ള, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K. ലത, ADMC D. ഹരിദാസ്, CDS ചെയർപേഴ്സൺ K. സുജനി, സൂര്യ ജാനകി, CMM ബിനീഷ് ജോയ്, DPM TP ആതിര, BC ജ്യോതിഷ് A എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
അജാനൂർ ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലാമേള മാവുങ്കാലിൽ നടന്നു. ഭിന്നശേഷിക്കാർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ ശ്രദ്ധേയമായി. അജാനൂർ ഗ്രാമപഞ്ചായത്ത് 2024-25 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആനന്ദാശ്രമം IMA ഹാൾ മാവുങ്കാലിൽ ഭിന്നശേഷി കലാമേള സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. പല വിധത്തിലേക്കുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുമ്പോഴും അതിനെല്ലാം അതിജീവിക്കാൻ ആവശ്യമായിട്ടുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള കരുത്ത് നമുക്ക് നൽകുന്നതാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരിഗണനയുടെ ഭാഗമായി ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഒട്ടും പിന്നിലല്ല, നമ്മൾ എല്ലാ തലത്തിലും മറ്റുള്ള ആളുകളുടെ കൂടെ തന്നെ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. നമ്മുടേതായിട്ടുള്ള കഴിവുകളും ശേഷികളും ഇതെല്ലാം ഉണ്ട്. അതിനെ കുറെ കൂടി പ്രോത്സാഹിപ്പിക്കാൻ, അതിനെ കുറെ കൂടി സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും സംസ്ഥാന സർക്കാരും എല്ലാം ശ്രമിക്കുന്ന. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് T ശോഭ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K കൃഷ്ണൻ മാസ്റ്റർ, ബ്ലോക്ക് മെമ്പർ MG പുഷ്പ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ഉമർ എന്നിവർ സംസാരിച്ചു. ഭിന്നശേഷിക്കാരുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. പരിപാടികൾ കൂടുതൽ ആനന്ദകരമാക്കാൻ ജിത്തു കൊടക്കാടിന്റെ നാടൻ പാട്ടും അരങ്ങേറിയിരുന്നു. പരിപാടിയിൽ പങ്കെടുത്തവർക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് T ശോഭ സമ്മാനദാനം നടത്തി. ICDS സൂപ്പർവൈസർ പ്രസീത സ്വാഗതവും അംഗൻവാടി വർക്കർ ശോഭന നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് കടപ്പുറം PPTS ALP സ്കൂൾ വാർഷികാഘോഷം നടന്നു. വാർഡ് കൗൺസിലർ CK അഷറഫ് ഉദ്ഘാടനം ചെയ്തു. 49ാമത് വാർഷികം വിപുലമായി ആഘോഷിച്ച് കാഞ്ഞങ്ങാട് കടപ്പുറം PPTS ALP സ്കൂൾ വാർഡ് കൗൺസിലർ PK അഷറഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാനും PTA പ്രസിഡന്റുമായ CH നജ്മുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ഹോസ്ദൂർ KU മിനി ജോസഫ് മുഖ്യാതിഥിയായി. സ്കൂൾ മാനേജർ PK സുബൈർ LSC സ്കോളർഷിപ്പ് നേടിയ കുട്ടികൾക്കുള്ള ഉപഹാര സമർപ്പണവും സ്കൂൾ മാനേജർ PK സുബൈർ സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി. മികച്ച ഡയറിക്കുള്ള ഉപഹാരം CH അഹമ്മദ് കുഞ്ഞി ഹാജിയും മികച്ച വായനാക്കുറിപ്പിനുള്ള ഉപഹാരം മാനേജിംഗ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി CH മുസ്തഫയും ഇന്റർനാഷണൽ തൈക്കൊണ്ടയിൽ കേരളത്തിനു വേണ്ടി സ്വർണ്ണ മെഡൽ നേടിയ സ്വാലിഹ് ബിൻ ഷമീറിനുള്ള അനുമോദനം മാനേജിംഗ് കമ്മിറ്റി ട്രഷറർ LK ഇബ്രാഹിമും നിർവഹിച്ചു. വാർഡ് കൗൺസിലർ റസിയ ഗഫൂർ, ഹോസ്ദൂർ PG ഡോക്ടർ KV രാജേഷ്, PK അബ്ദുള്ള കുഞ്ഞി ഹാജി, മദർ PTA പ്രസിഡന്റ് CH റസീന, മാനേജിംഗ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അബ്ദുൽ ജലീൽ, മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി മുഹമ്മദ് കുഞ്ഞിയൽ, സെക്രട്ടറി ഷാഹുൽ ഹമീദ്, സീനിയർ അസിസ്റ്റന്റ് സുജിത് ടീച്ചർ, SRG കൺവീനർ നിത്യ ടീച്ചർ, സ്വാഗത സംഘം വൈസ് ചെയർമാൻ M അബൂബക്കർ ഹാജി, CK സിദ്ദിഖ്, K കരീം തൊയ്ബ, MA നൌഷാദ്, മജീദ് മാഹിൻ, MA റഷീദ്, CH അബ്ദുൽ കരീം ഹാജി എന്നിവർ സംസാരിച്ചു. പ്രധാന അധ്യാപകൻ രാജീവൻ P സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി അബ്ദുൽ ഷരീഫ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. NCP രാഷ്ട്രീയ വിശദീകരണ യാത്ര കാസർഗോഡ് നിന്നും ആരംഭിച്ചു. NCP ന്യൂനപക്ഷ വകുപ്പ് ദേശീയ വൈസ് ചെയർമാൻ KA ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. കള്ള ടാക്സികൾക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധവുമായി കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ കമ്മിറ്റി കാസർഗോഡ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം നടത്തി. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഹിയറിംഗ് നടത്തി. ചെയർമാൻ M ഷാജഹാന്റെ നേതൃത്വത്തിലായിരുന്നു ഹിയറിംഗ്. മഞ്ചേശ്വരം പഞ്ചായത്തിലെ വാഹനങ്ങൾക്ക് സൗജന്യമായി സഞ്ചരിക്കുവാൻ അനുമതി നൽകിയ ടോൾ ഗേറ്റിൽ ഫീസ് ഈടാക്കുന്നതിൽ പ്രതിഷേധം. പാലം നിർമ്മിക്കുവാനൊരുങ്ങി ടോൾ ഗേറ്റ് സമരസമിതി. നാടിന്റെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ കർമ്മരംഗത്തിറങ്ങുവാൻ എടച്ചാക്കയിൽ ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചു. പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു. ആസ്പയർ ശില്പസന്ധ്യയും ചിത്രശില്പ പ്രദർശനവും നടന്നു. KK മാരാർ ഉദ്ഘാടനം ചെയ്തു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.